ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു ലാസ്റ്റ് വീക്കിൽ. അപ്പോൾ അതിനകത്ത് അവർ നമുക്ക് പറഞ്ഞു തന്ന 2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വീഡിയോ ഇടുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഒരു മെഡിക്കൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ആഡ് ചെയ്തിടുന്നതിനെ പറ്റിയാണ്. അത് ആഡ് ചെയ്തിടുന്നത് കൊണ്ട് നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു പോലീസിന് അല്ലെങ്കിൽ പാരാമെഡിക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് നമ്മുടെ ഫോണിൽ ലോക്ക് ആയിരിക്കുന്ന സമയത്ത് പവർ ബട്ടൺ ആപ്പിളിലൊക്കെ പവർ ബട്ടണാണ്, അതുപോലെ തന്നെ സാംസങ്ങിലൊക്കെ പവർ ബട്ടണും വോളിയം റെഡ്യൂസ് ചെയ്യുന്ന ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അപ്പോൾ അതിൽ നിന്ന് മെഡിക്കൽ ഇൻഫർമേഷൻ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഒരു ജനറൽ ഡീറ്റെയിൽ, അതായത് നമ്മുടെ പേര്, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, ഹൈറ്റ്, വെയിറ്റ്, അലർജി കണ്ടീഷൻസ്, അതുപോലെ എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി, ഹാർട്ട് കണ്ടീഷൻസോ എപ്പിലെപ്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ, അതുപോലെ ബ്ലഡ് തിന്നർ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നവർ, ആ ഇൻഫർമേഷൻസ് ഒക്കെ ആഡ് ചെയ്തിടുവാണെങ്കിൽ അവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. സമയം പോവാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്വിക്ക് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കിട്ടാൻ സഹായിക്കും. അതുപോലെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനാണ് എമർജൻസി പേഴ്സൺ കോൺടാക്ട്. അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ഡീറ്റെയിൽ അതിനകത്ത് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ ദൂരത്തേക്കൊക്കെ വണ്ടി ഓടിച്ച് പോകുക അല്ലെങ്കിൽ ഒരു ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു എമർജൻസി പേഴ്സൺ അല്ലെങ്കിൽ ഒരു നോൺ എമർജൻസി പേഴ്സണ് നമുക്കൊരു ലൊക്കേഷൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആപ്പ് വാട്ട് 3 വേർഡ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 3 വേർഡ്സ് നമുക്ക് കിട്ടും. ആ 3 വേർഡ്സ് നമുക്ക് പോലീസിനോ അല്ല പാരാമെഡിക്സിനോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് നമ്മുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തവർ അത് ആഡ് ചെയ്തിടുക. എപ്പോഴും ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി പറഞ്ഞ ഇൻഫർമേഷൻസിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.